അത് ഹിന്ദു വെഡിങ്ങിന് ആരെങ്കിലും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് സാരിയോ? ആ, മുസ്ലിം വെഡിങ്ങിന് കണ്ടിട്ടില്ല. ഹിന്ദു വെഡിങ്. എന്നെ ഒരു ബ്രൈഡ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഫസ്റ്റ് അവരുടെ ഒരു ഫോട്ടോ അയക്കാനാണ് പറയുക. അവരുടെ ഫോട്ടോ നോക്കിയിട്ടായിരിക്കും ഞാൻ അവരുടെ ലുക്ക് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ബ്രൈഡിൻ്റെ കളർ അനുസരിച്ചിട്ട് അവർക്ക് ചൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. എനിക്ക് എല്ലാ കളറും ഒരു സ്കിൻ കളർ അവരുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. പക്ഷെ അതിലൊരു ഇൻകറക്റ്റ്നെസ് ഇല്ലേ? എന്ത്? നമുക്കൊരിക്കലും ഓരോ ബഡ്ജറ്റിനനുസരിച്ച് ഡിസൈനിങ് ഔട്ട്ഫിറ്റ് പോസിബിൾ അല്ല. ഞാൻ ഓരോ ബ്രൈഡ് കഴിയുമ്പോഴും ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് എന്ത് കൂടുതൽ ആഡ് ഓൺ ചെയ്യാൻ നോക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഇൻ്റർവെൽ ടോക്സ്. ഐ എം അഫീഫ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കേരളത്തിൻ്റെ സ്വന്തം സബ്യാസാച്ചി ഷാദുൽ ആഷിഖ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിട്ട് പോകുന്നു. ഓൾ സെറ്റ്. ഓൾ സെറ്റ്. കൊച്ചിയിൽ തന്നെയാണോ അല്ല കണ്ണൂരാണോ? ഇപ്പോൾ എവിടെയാ? കൊച്ചി ബുട്ടിക്ക് ഉണ്ടോ? ഇല്ല, ബുട്ടിക്കില്ല. ഞാൻ ഫ്രീലാൻസിങ്, സ്റ്റൈലിംഗ് അങ്ങനെ പോവാ. എന്താ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്? ഡിസൈനിങ് ആണോ സ്റ്റൈലിംഗ് ആണോ? മെയിനായിട്ട് സ്റ്റൈലിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എന്തായാലും ഡിസൈനിങ് ഉൾപ്പെടുമല്ലോ. അങ്ങനെ അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ഒരു ഡൗട്ട് വരുന്ന ഒരു ഫീൽഡാണ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ഒരു ഡിസൈനർ, ഇപ്പോൾ എല്ലാ ഡിസൈനറും സ്റ്റൈലിസ്റ്റ് ആവണമെന്നില്ല. ഈ ഡിസൈനിങ്ങിൽ അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂമിൽ സ്റ്റൈലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്? എനിക്ക് തോന്നുന്നു സ്റ്റൈലിംഗ് ആണ് മെയിനായിട്ട് ഒരു ഡിസൈനർ പഠിച്ചിരിക്കേണ്ട ഒരു ഘടകം. അതായത് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നു എന്നതിൽ കാര്യമില്ല, അത് നമ്മൾ എത്രത്തോളം പ്രസൻറ്റ് ചെയ്യുന്നു, ആ പ്രസൻറ്റേഷനിലാണ് നമ്മൾ ഈ സ്റ്റൈലിംഗ് ഉൾപ്പെടുത്തുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു നല്ലൊരു ഔട്ട്ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹെയർ സ്റ്റൈൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജ്വല്ലറി പോയി കഴിഞ്ഞാൽ അതിന് മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആ ഒരു ലുക്ക് ഫ്ലോപ്പ് ആവും. അപ്പോൾ മെയിനായിട്ട് നമ്മളൊരു എന്താ പറയുക, സ്റ്റൈലിങ്ങോട് കൂടി ചെയ്യണം. അതായത് നമ്മളൊരു ഡിസൈനർ ഒരു സ്റ്റൈലിങ്ങോട് കൂടിയിട്ട് ഒരു ബ്രൈഡിനെ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ആ ഒരു ബ്രൈഡ് അടിപൊളിയായിട്ട് ഒരുങ്ങുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എല്ലാ ഡിസൈനേഴ്സിനും സ്റ്റൈലിസ്റ്റ് ആവാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റത്തില്ല. സ്റ്റൈലിസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വേറെ തന്നെയല്ലേ ഇന്ന്? പക്ഷേ നമ്മുടെ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഫ്യൂ ആൾക്കാരെ സ്റ്റൈലിംഗ് എന്നൊരു മേഖലയിലുള്ളൂ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ഷാദുൽ ഈ ഫീൽഡിലോട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടോ സ്റ്റൈലിംഗ്? എനിക്ക് തോന്നുന്നു ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ അത്യാവശ്യം അടിപൊളി ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഇന്നത്തെ ആൾക്കാർക്ക് അധികം അറിയാത്തൊരു സംഭവമാണ് സ്റ്റൈലിംഗ് എന്നാന്നുള്ളത്. അതായത് സ്റ്റൈലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പം ആ ഒരു ബ്രൈഡ് നമ്മൾ ഒരുങ്ങി കാണുന്നതിൽ ലാസ്റ്റ് ഫൈനൽ ലുക്കിനെ ബേസ് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ നോർമലി ഒരു ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് നോർമലി ഒന്നും, അതായത് ഒരു ബ്രൈഡ് തന്നെ പണ്ടൊക്കെ അങ്ങനെയാണ്, ഇപ്പോഴല്ലേ നമ്മുടെ ഈ കേരളത്തിലേക്ക് സ്റ്റൈലിംഗ് എന്നുള്ളത് കുറച്ചും കൂടി ഒന്ന് ട്രെൻഡായി വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊരു ബ്രൈഡ് സ്വന്തം ഡിസൈൻ ചെയ്യാൻ കൊടുക്കും, അതിന് വേണ്ടുന്ന മാച്ചാകുന്നൊരു ജ്വല്ലറി പർച്ചേസ് ചെയ്യും, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യും. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്താണോ പറയുന്നത് ആ ഹെയർ സ്റ്റൈലിൽ പോവും, ആ ഒരു മേക്കപ്പ് പോവും. ആളുടെ സ്കിന്നിന് പോവോ അല്ല ആളുടെ ഫേസിന് പോകുന്ന ഹെയർ സ്റ്റൈലാണോ അല്ലെങ്കിൽ ആ ഒരു ലുക്കിന് പോകുന്ന ഹെയർ സ്റ്റൈലാണോ എന്നൊന്നും ആരും നോക്കാറില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഇതിൽ എന്താ പറയുക, സ്റ്റൈലിംഗ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാവും. മുമ്പത്തെ ബ്രൈഡ്സ് പോലെ അല്ലല്ലോ ഇന്നത്തെ ബ്രൈഡ്സിൻ്റെ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിഫറൻസ് അല്ലേ. മുമ്പ് എന്താ പറയുക, ഒരു ബ്രൈഡ് ഒരുങ്ങി ഒരു നോർമലി ഒരു കാണുന്ന ഒരു ഫീല്, മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവും, നല്ലൊരു ഔട്ട്ഫിറ്റ് വെയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മൊത്തത്തിൽ കാണുമ്പം അതിനെന്തോ ഒരു അപാകത ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ബ്രൈഡിന് മനസ്സിലാവും. പക്ഷെ എന്നാൽ ഒരു സ്റ്റൈലിങ്ങോട് കൂടി ഇന്നത്തെ ഒരു ബ്രൈഡിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു സ്റ്റൈൽ ചെയ്തൊരു ബ്രൈഡിനെ കാണാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അതൊരു ഭയങ്കര നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുന്ന ആ ഒരു ഭയങ്കര ഒരുങ്ങിയ നമ്മൾ ആ ഒരു കാണുമ്പോൾ ഒരു പ്രൗഡ് ലുക്ക് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ബ്രൈഡ് മാത്രമല്ലല്ലോ, ഇപ്പം നമ്മളൊരു നോർമലി പുറത്ത് പോവാണ് അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോവാണ്, അറ്റ്ലീസ്റ്റ് അങ്ങനെ എന്ത് പോവാണെങ്കിലും സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്യൂമിനെ എത്രത്തോളം എൻഹാൻസ് ചെയ്യുന്നോ അതല്ലേ. ബ്രൈഡിൻ്റെ മാത്രമല്ലല്ലോ സ്റ്റൈലിംഗ്. അല്ലേ, ഞാൻ ബേസിക്കലി ബ്രൈഡൽ സ്റ്റൈലിംഗ് മാത്രമേ. പക്ഷെ സ്റ്റൈലിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഏതൊരു ഔട്ട്ഫിറ്റ് ഇട്ടാലും ഇപ്പോൾ സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്നത് മമ്മൂക്കയാണ് അല്ലേ. ആളിപ്പോൾ ഒരു ലിനൻ ഷർട്ട് ഇട്ട് അല്ലെങ്കിൽ ഒരു പാൻറ് ഇട്ട് ഒരു വാച്ച് പെയർ ചെയ്തിട്ടുണ്ടാവും കോൺട്രാസ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ, അത് ഭയങ്കര സ്റ്റൈലായിരിക്കും. അല്ലെങ്കിൽ ഒരു ഷൂ അല്ലെങ്കിൽ ഒരു ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്കൊക്കെ മൈൻഡിൽ സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന സാധനം മമ്മൂക്കയാണ്. അപ്പോൾ നമ്മൾ ഏത് കാര്യത്തിനും ഒരു സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. ഇപ്പോൾ ബ്രൈഡിനെ മാറ്റി വെച്ചാൽ ഇപ്പോൾ ഷാദുലിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അത് നോട്ടീസ് ചെയ്യാറുണ്ട് ഒരു സ്റ്റൈലിംഗ്, ഒരാൾ സ്റ്റൈൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാൾ വിയർ ചെയ്യുന്നത് എത്രത്തോളം നോട്ടീസ് ചെയ്യാറുണ്ട്? എന്തൊക്കെ നോട്ടീസ് ചെയ്യും?
ആദ്യം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ ലുക്കിനെ നമ്മൾ എന്തായാലും നോട്ടീസ് ചെയ്യുമല്ലോ. അപ്പോൾ അവരുടെ എന്താ പറയുക, അവർ വേറെ ഏത് ഔട്ട്ഫിറ്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് പറഞ്ഞതുപോലെ സ്റ്റൈലിങ്ങിൽ തന്നെയാണ്. കാരണം നമ്മളൊരു മാച്ചില്ലാത്തൊരു ഇയറിങ് ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിന് മാച്ചില്ലാത്ത രീതിയിലൊരു ഹെയർ സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാലോ നമുക്കത് എടുത്തറിയാൻ പറ്റും, ഷുവറായിട്ട് എടുത്തറിയാൻ പറ്റും. അപ്പം എന്താ പറയുക, ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആളുടെ ശരിക്കും പറഞ്ഞാൽ ആളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും ഈ ഒരു സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ സ്റ്റൈലിംഗ് ആയാലും മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂം ആയാലും ഭയങ്കര ഇമ്പോർട്ടൻസ് ലേഡീസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ മെൻസും കൂടി ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. സ്റ്റൈലിംഗ് ആയാലും എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ഈവൻ കളർ തിയറി അടക്കം മെൻസും കൂടി ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പോൾ എത്രത്തോളം നമ്മുടെ നാട്ടിൽ അത് പോപ്പുലറാണ് മെൻസ് ഇപ്പോൾ സ്റ്റൈൽ ചെയ്യുന്നത്? അതിനെ ഏത് രീതിയിലാണ് നോക്കി കാണുന്നത്? ഇമ്പ്രൂവ് ആയി വരുന്നുണ്ടോ? തീർച്ചയായും പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പോഴത്തെ ആൺപിള്ളേരും ഭയങ്കരം ഇക്കാര്യത്തിൽ കോസ്റ്റ്യൂം സെൻസിലായാലും സ്റ്റൈലിങ്ങിൻ്റെ സെൻസിൽ ഭയങ്കരം കൂടുതലാണ്. കാരണം ഇപ്പം പണ്ടൊക്കെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഗേൾസിന് ചെയ്താൽ കൂടി നമുക്ക് എന്താ പറയുക വിയേർഡായിട്ട് തോന്നും. പക്ഷെ ഇപ്പം ബോയ്സും കൂടി ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു പേഴ്സണാലിറ്റി, അതായത് പേഴ്സണാലിറ്റി അല്ല, നമ്മുടെ ആ ഒരു നല്ല രീതിയിൽ നടക്കണം, ആ ഒരു അടിപൊളിയായിട്ട് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കോസ്റ്റ്യൂമും കാര്യങ്ങളും എല്ലാം വെയർ ചെയ്ത് നടക്കുന്നത്. ഇപ്പം എല്ലാവരും അടിപൊളിയായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പോൾ ഷാദിലിൻ്റെ എങ്ങനെയായിരുന്നു ഇതിലോട്ടുള്ള ജേണി? എന്തെങ്കിലും ഒരു പാഷനേറ്റ് ആയിട്ട് വന്നതാണോ അല്ലെങ്കിൽ? തീർച്ചയായും ഞാൻ മുമ്പേ നല്ലോണം അത്യാവശ്യം വരക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ആണോ? അത്യാവശ്യം വരക്കും. പിന്നെ അതുപോലെ ഇങ്ങനെ കുറച്ച് പാറ്റേൺ മേക്കിങ്സ് അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ബേസ്ഡ് ആയിട്ടാണ്. പിന്നെ ഡ്രസ്സിങ് അത്യാവശ്യം പണ്ട് തൊട്ടേ നല്ല രീതിയിൽ നോക്കി ചൂസ് ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിൽ വന്ന് ലാസ്റ്റ് പിന്നെ +2 കഴിഞ്ഞപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ BCom എടുത്തിട്ടുണ്ടായത്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഡിപ്ലോമ ആയിട്ട് ഫാഷൻ ഡിസൈനിങ് ഒന്ന് ചെയ്ത് നോക്കാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. പക്ഷേ ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഈ ഒരു ഫീൽഡിൽ. എസ്പെഷ്യലി ഞാനൊരു ബോയ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക്. പിന്നെ വീട്ടുകാരായാലും അങ്ങനെയായാലും ഈ ഒരു ഫീൽഡിനോട് അധികം വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതൊന്ന് വന്നു. പക്ഷെ ആർക്കും അറിയത്തില്ലല്ലോ ഇത് എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത്. ഇതിൽ ഇറങ്ങി ഒന്ന് സെറ്റായപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ലോകം വലുതാണെന്ന് മനസ്സിലായത്. ഇപ്പോൾ എത്ര ഇയേഴ്സ് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ? ഞാനിപ്പം 5 ഇയേഴ്സോളായി ഞാൻ ഈ ഒരു ഫീൽഡിലുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കറൻ്റ്ലി നല്ല ഇതിലിപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ഇപ്പോൾ ഒരു 2 ഇയേഴ്സ് ആവുന്നതേ ഉള്ളൂ. 2 ഇയേഴ്സ്. ഇതിൻ്റെ ഇപ്പോൾ സ്റ്റൈലിംഗ് ആണോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈനിങ് ആണോ? മെയിൻലി അതായത് രണ്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബ്രൈഡ് ആൻഡ് ഗ്രൂം, അതായത് വെഡ്ഡിങ് വർക്ക് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനിപ്പം എന്താ പറയുക, ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റൈലിങ്ങോട് കൂടിയിട്ട്, അതായത് ആ ഒരു ഫുൾ കംപ്ലീറ്റ് ലുക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും ഞാൻ പാക്കേജ് ചെയ്യുന്നത്. സ്റ്റൈലിങ്ങിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റൈൽ ചെയ്യാത്ത ഒരു ബ്രൈഡിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര അടിപൊളി കോസ്റ്റ്യൂം ആയിരിക്കും, പക്ഷേ ജ്വല്ലറി അതിന് മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ മേക്കപ്പ് കളഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെ കാണുന്ന സമയത്ത് എന്താ തോന്നാറ്? സങ്കടം തോന്നാറുണ്ടോ ആസ് എ സ്റ്റൈലിസ്റ്റ്? തീർച്ചയായും അത് ഭയങ്കര സങ്കടം തോന്നും. കാരണം അവരത്രയും ഒരു എമൗണ്ട്, അതായത് ഇത്രയും നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും ഔട്ട്ഫിറ്റ് തീർച്ചയായും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്യാന്നുള്ള ഒരു ഉത്തരവാദിത്വം ആ ഒരു ബ്രൈഡിന്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു എമൗണ്ട്, അതായത് ആരാണോ അവർക്ക് ഡിസൈൻ ചെയ്യുന്നത് അവരെ വെച്ചിട്ട് തന്നെ ഒരു സ്റ്റൈലിങ്ങിനുള്ളൊരു റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നെ പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെയൊക്കെ ചെയ്തുകൂടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും സ്റ്റൈലിംഗ് അറിയില്ലല്ലോ. സ്റ്റൈലിംഗ് ശരിക്കും ഒരു വ്യത്യസ്തമായൊരു ഫീൽഡാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. കാരണം എല്ലാ ഡിസൈനേഴ്സിനും ഒരിക്കലും സ്റ്റൈലിസ്റ്റ് ആവാൻ പറ്റില്ല എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു ക്ലൈൻറ്റ് വരുന്ന സമയത്ത്, ഷാദിൻ്റെ അടുത്തൊരു ക്ലൈൻറ്റ് വരിക, അപ്പോൾ അവരോട് എന്തൊക്കെ സജഷൻസ് കൊടുക്കാറുണ്ട്? ഇപ്പോൾ ഒരു ബ്രൈഡാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ പേസ്റ്റൽ, ബ്രൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സ്, ഇങ്ങനെ പല പല കാറ്റഗറീസ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ സ്കിൻ കളർ ആണെങ്കിലും അത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, അതല്ലെങ്കിൽ ബോഡി ടൈപ്പ്, ഇങ്ങനെയൊക്കെ അവർ തന്നെ ഇപ്പോൾ കുറേ കൂടി അവെയറാണ് ആൾക്കാർ. അപ്പോൾ എന്തൊക്കെ സജഷൻസ് അവർക്ക് കൊടുക്കാറുണ്ട്? അതായത് എന്നെ ഒരു ബ്രൈഡ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഫസ്റ്റ് അവരുടെ ഒരു ഫോട്ടോ അയക്കാനാണ് പറയുക. അവരുടെ ഫോട്ടോ നോക്കിയിട്ടായിരിക്കും ഞാൻ അവരുടെ ലുക്ക് തീരുമാനിക്കുന്നത്. അവർക്ക് ഏത് കളർ പോകണം, ഏത് പാറ്റേൺ പോകണം, ആളുടെ ബോഡി ടൈപ്പ് അനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ പാറ്റേൺ തീരുമാനിക്കുക. ഇൻ കേസ് അവരൊരു ഗൗണ് സജഷൻ ചെയ്തിട്ടായിരിക്കും എൻ്റെ അടുത്ത് വരുന്നുണ്ടാവുക. അഫ്കോഴ്സ് അവർക്ക് ഗൗണ് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അവർക്കത് സജഷൻ ചെയ്ത് അവർ റെഡി ആയിരിക്കും. അങ്ങനെയുള്ള നമ്മൾ എത്രത്തോളം അവർക്ക് കറക്റ്റ് ഒരു
റിപ്ലൈ കൊടുക്കുന്നു, അതിനനുസരിച്ചിട്ട് അവർ ഓക്കെ ആയിരിക്കും. നമ്മുടെ ആ ഒരു സജഷൻസ് കാര്യങ്ങൾക്കൊക്കെ അവർ ഓക്കെ ആയിരിക്കും. കാരണം അവർക്കും വേണ്ടുന്നത് നല്ലൊരു ഔട്ട്പുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടുന്നത് ഇപ്പോൾ കളറൊക്കെ കൺസേൺ ചെയ്തിട്ട് കുറേ ആൾക്കാർ വരാറുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്കിൻ കളറുള്ള ആൾക്കാർക്ക് ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ കളർ മാത്രമേ കളർ പാലറ്റ് മാച്ച് ആവത്തുള്ളൂ, അതല്ലെങ്കിൽ ബ്രൈറ്റ് കളേഴ്സ്, പേസ്റ്റൽ കളേഴ്സ് ഇതൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും നമുക്കിപ്പോൾ കുറച്ചും കൂടി ഫെയർ സ്കിന്നിന് ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് പേസ്റ്റൽ കളേഴ്സ് എന്നൊരു മിത്തുണ്ട്. അപ്പം ഇങ്ങനെ ചോദിച്ച് വരാറുണ്ടോ ക്ലയൻസ് അല്ലെങ്കിൽ ബ്രൈഡ്സ്, എനിക്ക് ചേരുമോ അല്ലെങ്കിൽ എൻ്റെ കളറിന് ഓക്കെയാണോ എന്ന രീതിയിൽ? തീർച്ചയായും അവർക്ക്, അതായത് ഒരു ബ്രൈഡിന് ചിലപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ഉണ്ടാവും, പക്ഷെ അത് നമ്മളോട് ചോദിച്ചു വരുമ്പോൾ ചിലപ്പോൾ അവർക്കത് ചേരണം എന്നില്ല. തീർച്ചയായും ചേരുന്നില്ലെന്ന് നമ്മൾ ഷുവറായിട്ടും അത് പറയും. ചിലപ്പം അതിൻ്റെ ഏതെങ്കിലും പറയും. ഇപ്പോൾ കളേഴ്സ് തന്നെ നമ്മൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ പണ്ടൊക്കെ ഒരു ലാവൻഡർ ആണെന്നുണ്ടെങ്കിൽ ആ ഒറ്റൊരു ലാവൻഡർ മാത്രമല്ല. ഇപ്പോൾ നമുക്ക് ലാവൻഡറിൻ്റെ കൂടെ ഡൈ ചെയ്യുമ്പോൾ പല കളറും ആഡ് ഓൺ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ലാവൻഡറിന് റെഡ് ടോൺ കൂട്ടി ചെയ്യാം, യെല്ലോ ടോൺ കൂട്ടി ചെയ്യാം. അങ്ങനെ അതിന് നമ്മൾ കളർ ടോൺ കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ബ്രൈഡിലേക്ക് വേണ്ടുന്ന കളറാക്കി ആ ഒരു ഇഷ്ടപ്പെട്ട കളറിന് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവമാണ് ശരിക്കും സ്റ്റൈലിംഗ് എന്താണ് എന്നുള്ളത്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവരും അവെയർ ആയിരിക്കില്ല. സ്റ്റൈലിങ്ങിൽ ഒരു കോസ്റ്റ്യൂമിന് ഞാൻ സ്റ്റൈൽ ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി കാണണം. കുറേ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ആക്സസറീസ് മാത്രമാണ് സ്റ്റൈലിംഗ് എന്നതാണ്. പക്ഷെ ആസ് എ സ്റ്റൈലിസ്റ്റ് ഒരു ബ്രൈഡ് അല്ലെങ്കിൽ ഒരു ക്ലൈൻറ്റ് വരാണെങ്കിൽ എന്തൊക്കെ അതിൽ സ്റ്റൈലിങ്ങിന് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ഓക്കെ, അതായത് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ആക്സസറി അത് മാത്രമല്ല, അതായത് ആ ഹോൾ ലുക്കായിരിക്കും. അതായത് ആ ഒരു ബ്രൈഡിൻ്റെ കംപ്ലീറ്റ് ലുക്കായിട്ടും ഹെയർ തൊട്ട് കാല് വരെ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഹെയർ സ്റ്റൈൽ എങ്ങനെ പോകണം, മേക്കപ്പ് എങ്ങനെ പോകണം, ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന ചപ്പൽ എന്തായിരിക്കണം, പിന്നെ ഇതുപോലെ ജ്വല്ലറി എന്തായിരിക്കണം, എന്തൊക്കെ, അതായത് ആ ഒരു ബ്രൈഡ് അന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം റെഡി ആവേണ്ടതെന്നുള്ളതായിരിക്കും നമ്മുടെ ആ ഒരു സ്റ്റൈലിങ്ങിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സജഷൻസ് അനുസരിക്കും ഫുള്ളായിട്ട് മൊത്തത്തിൽ പോകുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് മേക്കപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഒരു കോസ്റ്റ്യൂമ്. അപ്പോൾ ചില ക്ലൈൻറ്റ്സ് ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റിൻ്റെ കളേഴ്സിന് ഒട്ടും മാച്ച് അല്ലാത്ത രീതിയിൽ മേക്കപ്പ് ചൂസ് ചെയ്യും. ആ സമയത്ത് സജഷൻസ് കൊടുത്തിട്ടും അത് ചെയ്യാത്ത ആൾക്കാർ, അങ്ങനത്തെ ക്ലൈൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇതാണ് താല്പര്യം ഇതിന്. ഇല്ലില്ല, എനിക്ക് അങ്ങനെ ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈവൻ ചില ക്ലയൻസൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അവരെന്നെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു ടീം സർക്കിളിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടായിരിക്കും. അല്ല, ഈവൻ എനിക്ക് ഈ ഫീൽഡിൽ അത്യാവശ്യം അറിയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ക്ലയൻറ്റ് ഓൾറെഡി എന്നെ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ബാക്കിയായിരിക്കും സ്റ്റൈലിങ്ങോട് കൂടിയിട്ട് എന്നെ ബുക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ അവിടെ പോകുമ്പം ചിലപ്പം ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചിലപ്പം അങ്ങനെ പ്രശ്നം വരാറുണ്ട്. നമ്മൾ പറയുന്നത് അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, അവരത് ചെയ്യത്തില്ല. ആ ബ്രൈഡിനോട് അതായിരിക്കും ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തവണയൊക്കെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക്സിൽ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ? അത് ചെയ്യേണ്ടായിരുന്നു, അത് സ്റ്റൈലിംഗ് ആവട്ടെ ഡിസൈനിങ് ആവട്ടെ, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? റിഗ്രറ്റ് മീൻസ് ഞാനൊരു ഫാബ്രിക് എടുത്തിട്ട് എനിക്ക് ചെറിയൊരു ഇഷ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഒരു ബ്രൈഡിനെ, അതായത് പുള്ളിക്കാരത്തേക്ക് ആ ഒരു സാറ്റിൻ ഫീൽ ഫാബ്രിക് വേണമെന്ന് പറഞ്ഞ് ഞാനത് യൂസ് ചെയ്തു. പക്ഷെ പ്രീമിയം ലെവലിലുള്ള വർക്ക്സാണ് എൻ്റെ മൈൻഡിൽ. പ്രീമിയം ലെവലാകുമ്പോൾ നമുക്കറിയാമല്ലോ, ക്ലിപ്പ് സ്റ്റോൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ആ ഒരു വർക്ക്സ് യൂസ് ചെയ്തപ്പം ഫാബ്രിക് വല്ലാണ്ട് എന്താ പറയുക, അത് രണ്ടിൽ ഉടക്കി ഫുൾ ആ ഫാബ്രിക് ഭയങ്കര ചീത്തയായി. പിന്നെ എനിക്ക് തോന്നിയത് അത് വേണ്ടായിരുന്നു, ബ്രൈഡിനോട് അതൊന്ന് കൺവിൻസ് ചെയ്ത് മാറ്റിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്കത് ഭയങ്കര ലോസ് ആയിരുന്നു. അത് ഞാൻ വീണ്ടും മാറ്റി ചെയ്ത് കൊടുത്തു. എന്തായാലും ക്ലൈന്റ് സീനാക്കിയുണ്ടാവുമല്ലോ അല്ലേ? അതിലെനിക്ക് ഭയങ്കര ലോസ്. ഇപ്പം നമ്മൾ റിഗ്രറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതേപോലെ ഭയങ്കര മോസ്റ്റ് സാറ്റിസ്ഫൈഡ് വർക്ക് എന്ന് പറയാനുള്ള ഏതെങ്കിലും ഒരു വർക്ക്സ് ഉണ്ടോ? ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വർക്ക്, എനിക്കൊന്ന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു വർക്ക്? എല്ലാം ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ബ്രൈഡും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ഓരോ ബ്രൈഡ് കഴിയുമ്പോഴും ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് എന്ത് കൂടുതൽ ആഡ് ഓൺ ചെയ്യാൻ നോക്കും. അങ്ങനെ പുതിയ ബ്രൈഡ് വരുമ്പം അതിൽ എത്രത്തോളം അടിപൊളിയാക്കും, കഴിഞ്ഞ ബ്രൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് അതിനെ ഇതാക്കിയിട്ടൊന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. അല്ലാതെ ബാക്കിയെല്ലാം ഇതുവരെ ചെയ്തതെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇങ്ങനെ ഒരു ജേർണിയിൽ നമുക്ക് ഭയങ്കര നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരു പേഴ്സൺ ഉണ്ടാവില്ലേ, നമുക്ക് ആദ്യമായിട്ട് വർക്ക് തന്ന ആൾ, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മളൊരു ബ്രാൻഡ് അല്ലാത്ത സമയത്ത്, നമ്മളൊന്നും അല്ലാത്ത സമയത്ത്
നമ്മളെ വിശ്വസിച്ച് ഒരു വർക്കൊക്കെ ഏൽപ്പിക്കുന്ന ഒരാളുണ്ടാവില്ലേ? അങ്ങനെ ഷാദുലിന്റെ ജേർണിയിൽ ഒരു മെമ്മറബിൾ പേഴ്സൺ എന്ന് പറയാനുള്ളത് ആരാ? ആ, അതായത് ഞാൻ കുറച്ച് ഈ ഒരു ഫീൽഡ് ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം കറൻ്റ്ലി ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഞാൻ ഒരു 2.5 ഇയർ മാക്സിമം അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ന്യൂഹ മാം. ഈ ഹാർഡ് ഡിസൈൻസ് അറിയില്ല പുള്ളിക്കാരി. കാരണം ഫസ്റ്റ് അതായത് ഞാൻ ഈ ഫീൽഡിൽ ഇങ്ങനെ ഒന്ന് വർക്ക് ഇങ്ങനെ വീണ്ടും ഇന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പം മാമായിരുന്നു ഫസ്റ്റ്. അതായത് അത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ ആഡാണ് എന്നെ ഫസ്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ടായത്. ഒരു അതായത് ഞാൻ മുമ്പ് ചെയ്ത വർക്ക് അങ്ങനെ കാണിക്കാൻ എനിക്ക് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ നീ ചെയ്തോ ഓക്കെ ആവും, നീ ചെയ്യണം എന്നുള്ള രീതിയിൽ എന്നെ വിശ്വസിച്ച് ഫുള്ളങ്ങ് ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. അത് ഇപ്പോഴും ആ മാമിനോട് ഭയങ്കര കടപ്പെട്ടിരിക്കുക. അത് സ്റ്റൈലിംഗ് ആണോ? ആ സ്റ്റൈലിങ് ഡിസൈനിങ്, അതായത് ആ ഒരു എനിക്ക് തോന്നുന്നൊരു ഓണം സീരീസിന് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ടൈമിലുള്ള കളക്ഷൻസ് ആയാലും ഷൂട്ട്സ് സ്റ്റൈലിങ്ങിൻ്റെ എല്ലാം മൊത്തത്തിൽ അതായത് ആ ഒരു പ്രൊഡക്ഷൻ വർക്ക് മൊത്തത്തിൽ ഏറ്റെടുത്ത് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അതായത് മാം എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് നീ അത് ചെയ്യണം എന്നുള്ള രീതിയിൽ എനിക്ക് തന്ന്. അതിപ്പോഴും മാമുമായിട്ട് ഞാൻ ഭയങ്കര കടപ്പെട്ടിരിക്കുന്നൊരു. അതേപോലെ തന്നെ ഫസ്റ്റ് ബ്രൈഡ് കണ്ണൂരിൽ നിന്നായിരുന്നു, കൊച്ചിയിൽ നിന്നായിരുന്നു? കണ്ണൂരിൽ നിന്നായിരുന്നു ഫസ്റ്റ് ബ്രൈഡ്. തന്നെ അത് ഭയങ്കര ഫസ്റ്റ് എൻ്റെ അതുപോലെ എനിക്ക് ഈ ഒരു ഫീൽഡിൽ, അതായത് ഞാൻ പഠിച്ചിറങ്ങിയ ടൈമിൽ ഈ ഫീൽഡിൽ ഭയങ്കര ഹെൽപ്പ് ചെയ്ത ഒരാളാണ് റാഫി കണ്ണാടിപ്പുറം. മറ്റേ പുള്ളി ഫിലിം കോസ്റ്റ്യൂം ഡിസൈനറാണ്. അപ്പം ഞാൻ പഠിച്ചിറങ്ങിയ ടൈമിൽ ആക്ട്രസ് ആത്മീയരാജൻ ജോസഫിലൊക്കെ ആർട്ടിസ്റ്റ്, പുള്ളിക്കാരിയുടെ ഫസ്റ്റ് വെഡ്ഡിങ് വർക്കായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതായത് എനിക്ക് ഓക്കെ ആവോ ഇല്ലയോ ഒന്നും അറിയാതെയാണ് പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് നിനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ആ വർക്ക് തരാമെന്നുള്ള രീതിയിൽ തന്ന് ചെയ്ത് സക്സസ് ആയത്. ബ്രൈഡൽ വർക്ക്സ് മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവൻസും കാര്യങ്ങളും? ബ്രൈഡലും പിന്നെ ആഡ് ഷൂട്ടും, അങ്ങനെ അഡ്വർടൈസ്മെന്റ്, സെലിബ്രിറ്റി ഡിസൈൻസ് അങ്ങനെ ആ ഒരു. അതിൽ ബ്രൈഡ് വരില്ലല്ലോ? ഇല്ല, സെലിബ്രിറ്റി ഡിസൈൻസ് അല്ല, ഇപ്പൊ ബ്രൈഡിന്റെ മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. അത് മാത്രമാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പൊ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മൊത്തം വെഡ്ഡിങ് വർക്കാണ്. പിന്നെ അതിൻ്റെ കൂടെ ചിലപ്പം ഇതിൻ്റെ സെലിബ്രിറ്റീസ് ചെയ്യാറുണ്ട്, പിന്നെ ആഡ്സും ചെയ്യാറുണ്ട്. ആഡ്സും ഇതൊക്കെ ചെയ്യാൻ ടൈം കിട്ടാറില്ല, അതാണ് സത്യം. നമുക്കൊരു ആസ് എ ഡിസൈനർ നമുക്കൊരു ഡ്രീം സെലിബ്രിറ്റി ഉണ്ടാവും, ഇയാൾക്ക് എൻ്റെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ എൻ്റെ ലാബിൽ വേണമെന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ലാബിൽ വേണമെന്നുള്ളത് ഒന്ന് മമ്മൂക്കയാണ്, പിന്നെ ഒരാള് ദീപിക പടുക്കോണാണ്. അങ്ങനെ വേറെ മലയാളത്തിൽ നിന്ന് അങ്ങനെ ദീപിക പടുക്കോൺ. സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിലൊക്കെ നമുക്ക് മൈൻഡിൽ കോസ്റ്റ്യൂം പോകുന്നത് ഡ്രീം ഡിസൈൻ. സത്യം. ഓക്കെ, എത്രയോ പെട്ടെന്ന് സംഭവിക്കട്ടെ. ഇത് സ്റ്റൈലിംഗ് ആണോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈലിംഗ്? പക്ഷെ ഒരിക്കലും നടക്കാത്ത കാര്യം എന്നറിയാം. പക്ഷെ ഇല്ലല്ലോ, അല്ല പറയാൻ പറ്റില്ല. ശരിയാ, നടക്കട്ടെ. ഇപ്പം നമുക്കൊരു ബ്രൈഡ്സ് ആയാലും ഗ്രൂംസ് ആയാലും വെഡിങ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ ഫീൽഡാണ്. ഇപ്പോൾ ഒരാൾ ഇത്ര സ്പെൻഡ് ചെയ്താൽ ഇത്ര മറ്റൊരാൾ സ്പെൻഡ് ചെയ്യുക, അങ്ങനെ രീതിയിലാണ്. ഇപ്പം ഷാദുലിൻ്റെ അടുത്തൊരു ക്ലൈൻറ്റ് വരുന്ന സമയത്ത് ഡിപ്പെൻഡ്സ് ഓൺ ക്ലൈൻ്റ് ആണോ, അല്ലെങ്കിൽ അവർ കോസ്റ്റ്യൂം ചെയ്യുന്നതിൻ്റെ റേഞ്ച് അനുസരിച്ചിട്ടാണോ ക്ലൈൻറ്റിനെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റിലൊക്കെ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ അവോയ്ഡ് ചെയ്തിട്ട് നല്ല ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ ചൂസ് ചെയ്ത് അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല, ഒരിക്കലില്ല. ഞാൻ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു ബ്രൈഡിനെ ഞാൻ നിരുത്സാഹപ്പെടുത്താറില്ല. അവരുടെ ബഡ്ജറ്റ് ഏതാണോ അത് അവരുടെ പാറ്റേൺ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാൻ ചെയ്തു കൊടുത്തിരിക്കും. പക്ഷെ അതിലൊരു ഇൻകറക്റ്റ്നെസ് ഇല്ലേ? എന്ത്? നമുക്കൊരിക്കലും ഓരോ ബഡ്ജറ്റിനനുസരിച്ച് ഡിസൈനിങ് ഔട്ട്ഫിറ്റ് പോസിബിൾ അല്ല. കാരണം ചെറിയ ബഡ്ജറ്റിൽ ഇപ്പം അങ്ങനെ ഇപ്പോൾ നമ്മളൊരു റെഡിമെയ്ഡ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ നമുക്കൊരു ഹാൻഡ് ക്രാഫ്റ്റഡ് ഡിസൈൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിലൊക്കെ ചോദിച്ചു വരാറുണ്ടോ? ഇപ്പോൾ ഇതിൽ ചെയ്തു തരുമോ ആ ഒരു രീതിയിൽ? അപ്പം എന്താ പറയാ, പറ്റില്ല അല്ലെങ്കിൽ? ഷുവറായിട്ടും അത് നമുക്ക് പോസിബിൾ അല്ലാത്ത കാര്യം നമ്മൾ എന്തായാലും ചെയ്യാറില്ലല്ലോ, അതങ്ങനെ ചെയ്യാറില്ല. ഇൻ കേസ് അതിലെന്തെങ്കിലും നമുക്ക് അത്ര വർക്ക് വേണ്ട എന്തെങ്കിലും, നമുക്ക് അതിലെന്തെങ്കിലും നമ്മുടേതായ രീതിയിൽ അത് റെഡി ഫാബ്രിക് കൊടുത്ത് ചെയ്യാൻ പറ്റുവാണോ, അല്ല ഫുൾ വർക്ക് എന്തായാലും നമുക്ക് ഫുൾ ഹാൻഡ് വർക്ക് എന്തായാലും നമുക്ക് ആ ഒരു ഇതിൽ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു ചെറിയ വർക്ക് അതായത് ഫാബ്രിക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷുവറായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഏത് ഫാബ്രിക്കിൽ ചെയ്യുമ്പോഴാണ് കൂടുതലും കംഫർട്ടബിൾ? ഇപ്പോൾ നമ്മൾ
നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഡയബിൾ ആണെങ്കിലും അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഡയബിൾ ആയിരിക്കും. കൂടുതലും യൂസ് ചെയ്യുന്ന ഞാൻ ഡയബിൾ ഫാബ്രിക് തന്നെ യൂസ് ചെയ്യാറ്. കാരണം ഇപ്പോൾ എൻ്റെ വരുന്ന ബ്രൈഡ്സിനൊക്കെ എനിക്കൊരു കളർ കൊടുക്കണമെന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ബ്രൈഡിന് അവർ ഉദ്ദേശിക്കുന്ന ഒരു കളർ ഉണ്ടാവും. ആ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റെഡി ഫാബ്രിക്കിൽ അവൈലബിൾ അല്ല. അപ്പോൾ എന്തായാലും തീർച്ചയായും ഡയബിൾ മാത്രമേ, ഞാൻ ഡയബിൾ തന്നെയാണ്, എല്ലാ ഓപ്ഷൻസ് അത് തന്നെയുള്ളൂ. അപ്പോൾ റെഡിമെയ്ഡ് ഫാബ്രിക്സ് റെഡി ഫാബ്രിക് കുറവാണ് സാഹചര്യം. അതായത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, റെഡി ഫാബ്രിക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡയബിളാണ് നോക്കാറ്. ഇപ്പൊ സാരീസ് ഒക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്ലൗസിന്റെ മാത്രമല്ലേ മെറ്റീരിയൽസ് ചൂസ് ചെയ്യാം. ഇപ്പൊ അധികം ആൾക്കാരും മുമ്പൊക്കെ ഇപ്പൊ നമ്മൾ ഒരു കാഞ്ചീപുരം സാരീസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ തന്നെ ബ്ലൗസ് എടുത്ത് അതിലോട്ട് ഡിസൈൻ ചെയ്യാം. പക്ഷെ ഇപ്പൊ കുറെ കൂടി മാറിയില്ലേ, നമ്മൾ ആ സാരിക്ക് ഒരു കോൺട്രാസ്റ്റോ അല്ലെങ്കിൽ സെയിം കളറോ ഡൈ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഇത് ഇപ്പൊ ഇതിലോട്ട് വരാണെങ്കിൽ നമുക്ക് അത് എത്രത്തോളം മാറി ആൾക്കാരിൽ, അല്ലെങ്കിൽ ഇപ്പോഴും ആ സാരിയുടെ ബ്ലൗസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ഒരിക്കലില്ല. എനിക്ക് അക്കാര്യത്തിലൊരു ലക്കാണ്. എൻ്റെ ബ്രൈഡ്സൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാരീസ്, ഈവൻ മുമ്പൊക്കെയാണ് വീട്ടുകാരൊക്കെ പോയിട്ട് സാരി എടുക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം മൊത്തം മാറി. ഇപ്പം എൻ്റെ ബ്രൈഡ്സ് ഓൾമോസ്റ്റ് അബ്രോഡുള്ള ബ്രൈഡ്സ് ആയതുകൊണ്ട് തന്നെ ഈവൻ സാരി എടുക്കുന്നത് കൂടി ഞാനാണ്. അതായത് അവർക്ക് ഏത് സാരി വേണം എന്നുള്ളത് ഞാനായിരിക്കും ഒന്നുകിൽ വീവ് ചെയ്യാൻ കൊടുക്കും, എൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് ഞാൻ വീവ് ചെയ്യാൻ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് മാച്ചായി ഇവിടുത്തെ ലോക്കൽ പർച്ചേസിങ് ആയിരിക്കും. അപ്പോൾ എനിക്ക് എന്താ പറയുക, അതിന് മാച്ച് ചെയ്യുന്ന കോൺട്രാസ്റ്റ് ബ്ലൗസ് കൊടുക്കണമെങ്കിൽ എനിക്ക് കൊടുക്കാം. കാരണം എനിക്ക് ആ ഒരു ലുക്ക് അടിപൊളിയാക്കാൻ പറ്റും. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ബ്ലെസ്ഡാണ്. ഇപ്പം സാരി ആണെങ്കിൽ കൂടുതലായിട്ട് എങ്ങനെയാണ് ചൂസ് ചെയ്യുക? കാഞ്ചീപുരം അങ്ങനെയായിട്ടാണോ, അല്ലെങ്കിൽ ഡിസൈൻഡ് സാരീസ് ഡയബിൾ ക്ലോത്ത് ചൂസ് ചെയ്തിട്ട് അതിലോട്ട് റൺ വർക്ക് ചെയ്തിട്ട് ഏതാ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്? രണ്ടും എനിക്ക് ഒരുപോലെയാണ്. അതായത് ഇപ്പോൾ ചില ബ്രൈഡ്സിന് പ്യുവർ ടിഷ്യൂ കാഞ്ചീപുരം അല്ലെങ്കിൽ കാഞ്ചീപുരം തന്നെ വേണമായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അല്ലാത്ത ക്ലയൻസിന് ഞാൻ ഹിന്ദു ബ്രൈഡ്സിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്ന് പറയുമ്പം നോർമലി ചില ബ്രൈഡ്സിനെ ഒക്കെ അറിയാൻ പറ്റുമല്ലോ, വീട്ടുകാർ ഒരിക്കലും വേറെ സാരി, അതായത് കാഞ്ചീപുരം പണ്ട് തൊട്ടേ ഹിന്ദു ബ്രൈഡ്സിൻ്റെ മെയിൻ സാരി എന്ന് പറയുന്നത് കാഞ്ചീപുര. ഇത് വിട്ട് അവർക്ക് അത് വിട്ട് ബ്രൈഡ്സിന് മാത്രമല്ലല്ലോ, മുസ്ലിം ബ്രൈഡ്സിനും കാഞ്ചീപുരം അല്ല, അത് ഓക്കെ. ഹിന്ദു ബ്രൈഡ്സ് ആണ് നോർമലി ഈ ഒരു കാഞ്ചീപുരം കോൺസെപ്റ്റ്, അവർക്ക് അതൊരു ട്രഡീഷണൽ, അവരുടെ ആ ഒരു സിസ്റ്റം അതാണ്. പക്ഷെ മുസ്ലിംസിന് അതല്ല, രണ്ടും ഫാൻസിയും കാഞ്ചീപുരം മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് കാസർഗോഡ് ബേസ് കൂടുതൽ കാഞ്ചീപുരം സാരീസാണ് യൂസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഓക്കെ എനിക്ക് അവിടുത്തെ ഞാൻ ഈ പണ്ട് തൊട്ടേ ഹിന്ദു വെഡ്ഡിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഘടകമാണ് ഈ കാഞ്ചീപുരം സാരി എന്ന് പറയുന്നത്. അതൊരിക്കലും ഇവിടെ ഈ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ട് അമ്മമ്മ ഇങ്ങനെയുള്ള ആ ഒരു കാറ്റഗറി ആരും ഇത് ഒഴിവാക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, അങ്ങനെയുള്ള ക്ലയൻറ്റ്സ് വരുമ്പം ഷുവറായിട്ട് നമ്മൾ മെയിനായിട്ട് പോകുന്നത് കാഞ്ചീപുരം സാരി അങ്ങനെ തന്നെയായിരിക്കും. അല്ലാത്ത ബ്രൈഡ്സ്, അതായത് എനിക്ക് ലുക്ക് അടിപൊളിയായാൽ മതി. അതായത് അന്നത്തെ ദിവസം എനിക്ക് ഹിന്ദു വെഡ്ഡിങ് ലുക്ക് ആയിരിക്കണം, പക്ഷെ അതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കണം. അത് എന്നാ ഷാദിൽ ചെയ്തു വന്നതെന്ന് പറയുമ്പം ഞാനത് ക്രാഫ്റ്റിംഗ് ആയിരിക്കും. അതായത് ഫാബ്രിക് എടുത്ത് ഡൈ ചെയ്ത് എൻ്റെതായ രീതിയിൽ എന്താണോ ക്രിയേറ്റീവ് കൊണ്ടുവരാൻ പറ്റുക അതൊക്കെ ഞാൻ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഒരു ബ്രൈഡ് ഓരോ മേഖലയിലും എത്രത്തോളം സ്പെൻഡ് ചെയ്യണം? ഒരു കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെ ഒരു ബ്രീഫ് തരാമോ? ഇന്നത്തെ എനിക്ക് തോന്നുന്നത് അന്നത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ബ്രൈഡ് ആൻഡ് ഗ്രൂമാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഇവർക്ക് അഫോർഡബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും മെയിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതാണ് ഈ ഒരു അന്നത്തെ ലുക്കിൻ്റെ കാര്യത്തിൽ. ഈവൻ മേക്കപ്പ്, കോസ്റ്റ്യൂം, ജ്വല്ലറി ഇതിൻ്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ പറ്റും അത് മാക്സിമം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം. ബാക്കിയുള്ളതിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മൊത്തത്തിൽ ഒരു വെഡ്ഡിങ്ങിൻ്റെ ബാധിക്കുന്നതാണല്ലോ ഈ ഇവൻ്റ് ആയാലും എല്ലാ സംഭവങ്ങളും. പക്ഷേ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ആദ്യം ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു ബ്രൈഡിനെയും ഗ്രൂമിനെയും കണ്ടിട്ട് അയ്യേ എന്ന് പറയാൻ പാടില്ല. അപ്പം നമുക്ക് അഫോർഡബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ആ ലുക്ക് അടിപൊളിയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏത് മേഖലയിലോട്ടാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത്? കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ്, ഇതിൽ എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റും, അന്നത്തെ ലുക്ക് അടിപൊളിയാക്കണ്ടേ. ഓക്കെ. ഇപ്പോൾ ഷാദുലിന് ഒരു ടീം ഉണ്ടോ? ഇപ്പോൾ മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂംസ് ആയാലും ഈവൻ സ്റ്റൈലിംഗ് മാത്രമായിട്ട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഇപ്പോൾ സ്റ്റൈലിങ്ങിനായിട്ട് മാത്രം ഒരു ബ്രൈഡിൻ്റെ അങ്ങനെ എടുക്കാറുണ്ട് വർക്ക്സ്. അപ്പോൾ ആ സമയത്ത് കോസ്റ്റ്യൂംസ്, കൊളാബറേഷൻസ്, കാര്യങ്ങൾ ആ സമയത്ത് കോസ്റ്റ്യൂം നമ്മൾ പർച്ചേസിങ് ആയിരിക്കും. ഒന്നുകിൽ നോർത്ത് ഇന്ത്യൻ ബ്രാൻഡ് എന്തെങ്കിലും ആയിരിക്കാം, ഈവൻ സബ്യസച്ചിക്ക് പോലത്തുള്ള എന്തെങ്കിലും ബ്രാൻഡ് ആയിരിക്കാം. സബ്യസച്ചിക്കൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെയല്ല. സബ്യസച്ചി നോർത്ത് ഇന്ത്യൻ ബ്രാൻഡ്സ് ആയിരിക്കാം, അവിടേക്ക് പോലുള്ള അതുപോലത്തെ ബ്രാൻഡ് ആയിരിക്കാം കൂടുതൽ. അവിടെ നിന്നാണ്
പർച്ചേസ് ചെയ്യാറ് അങ്ങനത്തെ ബ്രൈഡ്സിനൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നോർമലി 1 ടൈം റെൻറ്റ് ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, അപ്പം അങ്ങനത്തെ എടുക്കാറുണ്ട്. ഇപ്പോൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഫേവറേറ്റ് ഡിസൈനേഴ്സ് ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ സബ്യാസച്ചി, മനീഷ് മൽഹോത്ര എടുക്കാറ്. എനിക്ക് അത്ര ഫ്ലാഷി അങ്ങനത്തെ സംഭവം ഇഷ്ടമല്ല. എനിക്ക് കൂടുതൽ ഇങ്ങനെ സെറ്റിലായിട്ട് അവരതൊക്കെ പിന്നെ നോർമലി നമ്മൾ ചെയ്യുന്ന ഫ്ലോറൽ അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ എനിക്കൊന്ന് കൂടുതൽ സബ്യസച്ചിൻ്റെ ഒരേ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ കാണാൻ എപ്പോഴും വരെ എലഗൻ്റ് ആയിരിക്കും. റെഡ് മാത്രമല്ല അതിൽ ഒരു മാറ്റ് ഫിനിഷിംഗ് അല്ലേ മൊത്തത്തിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സബ്യാസച്ചിനോട് ഇഷ്ടമാണ്. പക്ഷേ സബ്യാസച്ചി ഓവർ റേറ്റഡ് അല്ലേ? ഓവർ റേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡ് വാല്യൂ ഇൻ ദ സെൻസ് ഇപ്പം നമ്മൾ പണ്ടൊക്കെ ആൾക്കാരുടെ ഒരു ഡ്രീം ലുക്കായിരുന്നു സബ്യാസച്ചിയുടെ ഒരു ബ്രൈഡ് ആവുക, ഗ്രൂം ആവുക എന്ന് പറയുന്നത്, സ്പെഷ്യലി ബ്രൈഡ് ആവുക എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾക്കൊരു സോഷ്യൽ മീഡിയ ഇത്രത്തോളം പോപ്പുലറായ സമയത്ത്, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാ നോക്കുന്ന സമയത്ത് അവരുടെ ക്ലോത്തിനെ കുറിച്ചാണെങ്കിലും ഭയങ്കര നെഗറ്റീവ്സ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ക്ലോത്തിനെ കുറിച്ചാണെങ്കിലും അവരുടെ ഇപ്പോൾ ഒരു 5 to 6 lakhs അല്ലെങ്കിൽ 7 lakhs നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ക്ലോത്തിൻ്റെ ഒക്കെ അവസ്ഥകൾ നമ്മൾ ഇൻസ്റ്റയിലൂടെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അതേ സാധനം ഇത്രയും ബഡ്ജറ്റിൽ നമുക്കിപ്പോൾ അവരൊരു 12 lakhs ചെയ്യുന്ന സാരി, അല്ലെങ്കിൽ ഹാൻഡ് ക്രാഫ്റ്റഡ് സാരീസ്, അല്ലെങ്കിൽ ലെഹങ്കാസ് നമുക്കിവിടെ ഒരു 1 lakh താഴെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു സബ്യാസച്ചിയിലോട്ട് പോകണം? അതൊരിക്കലും ഓവർ റേറ്റഡ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ ബ്രാൻഡ് വാല്യൂ ഇപ്പോൾ സബ്യാസച്ചി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബ്രൈഡിൻ്റെ ആ ഒരു സെയിം ഔട്ട്ഫിറ്റ് വേറെ കിട്ടുന്ന വിചാരിച്ചിട്ട് ആളുടെ ചെയ്ത സാധനം കിട്ടത്തില്ലല്ലോ. അതല്ലേ നമ്മൾ ഒരാളെ ഐറ്റംസ് നമുക്ക് ഒരു കോപ്പി ചെയ്യാം, ആളുടെ ഒരിക്കലും ലാഭില്ല. അത് മാത്രമല്ല നമ്മൾ അവരുടെ ഔട്ട്ഫിറ്റ് വേറെ ചെയ്തിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മളത് സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ തന്നെ പോകണം. ഓക്കെ. ഇപ്പോൾ ബ്രൈഡൽ കോസ്റ്റ്യൂംസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ പ്രിഫറൻസ് ആയിരിക്കും. പേസ്റ്റൽസ് ആണെങ്കിലും ബ്രൈറ്റ് കളേഴ്സ് ആണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്. പേസ്റ്റൽ കളേഴ്സ് ആണോ, അതല്ലെങ്കിൽ കളർ പാലറ്റിലോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ബ്രൈറ്റ് കളേഴ്സ് ആണോ, അല്ലെങ്കിൽ നമുക്കൊരു ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്യുന്ന റെഡ്, മെറൂൺ, ഇതൊക്കെ ഏതിലാണ് കൂടുതലും ബ്രൈഡ്സിനെ കാണാൻ ഇഷ്ടം? രണ്ടും ഒരുപോലെയാണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്രൈഡിൻ്റെ കളർ അനുസരിച്ചിട്ട് അവർക്ക് ചൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. എനിക്ക് എല്ലാ കളറും സ്കിൻ കളർ അവരെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ്. പേസ്റ്റലായാലും ഡാർക്കായാലും ഒരുപോലെ ഇഷ്ടം. ഒരു മെറൂണിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണാൻ കൂടെ അത് ബ്ലാക്കിൽ എന്ത് ചെയ്യണമെന്ന് എക്സ്പെരിമെന്റ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ റെഡ് ചൂസ് ചെയ്യുന്നത് റെയറാണ്. അതായത് നമ്മൾ ഈവൻ സംഗീതനായിട്ട് ഇതുപോലുള്ളതിനൊക്കെ യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ വെഡ്ഡിങ്ങിന്, അതായത് ഒരു ഹിന്ദു വെഡ്ഡിങ് ഒന്നും ഒരിക്കലും ചൂസ് ചെയ്യാത്ത കളറാണ്. അങ്ങനെയൊക്കെ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യണം നല്ല ആഗ്രഹം. ഒരു ബ്ലാക്ക് കളർ നെഗറ്റിവിറ്റി അതാണ് മെയിൻ. അതായത് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി ആണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ആരും യൂസ് ചെയ്തത്. ബ്ലാക്ക് എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി ആണെന്നാണ് പറയുന്നത്. പക്ഷെ അതിലത് വിശ്വസിക്കുന്നുണ്ട് ബ്ലാക്ക് ഒരു നെഗറ്റിവിറ്റി? ഒരിക്കലില്ല. പക്ഷെ പറഞ്ഞു ഞാൻ പറഞ്ഞത് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആൾക്കാർ സമ്മതിച്ചു തരത്തില്ല ആ ഒരു കളറിൽ. ഇപ്പൊ ഈവൻ ബ്രൈഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ സമ്മതിക്കത്തില്ല. ഷാരുലിന്റെ ഒരു വെഡിങ്ങിന് ബ്രൈഡ് ബ്ലാക്ക് കോസ്റ്റ്യൂമിലായിരിക്കും എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട്. ബ്ലാക്ക് കളറിൽ ഒരു കോസ്റ്റ്യൂം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്റെ ബ്രൈഡ് ബ്ലാക്ക് കോസ്റ്റ്യൂമിലായിരിക്കും, ബ്ലാക്ക് ഔട്ട്ഫിറ്റിലായിരിക്കും. ഞാൻ എക്സ്ക്ലൂസീവ് ഡിസൈൻ. എന്റെ ബ്രൈഡ് മീൻസ് അതായത് ഇനി അപ്കമിങ് ബ്രൈഡ് തീർച്ചയായും ബ്ലാക്ക് കോസ്റ്റ്യൂമിലായിരിക്കും ഇനി വരാൻ പോകുന്നത്. അല്ല ഷാദിന്റെ ബ്രൈഡ് എന്റെ വെഡിങ് ആണ് വയ്ക്കുന്നത്. അതൊരിക്കലും ഞാൻ ഉദ്ദേശിച്ച ഹിന്ദു വെഡിങ് അല്ല, ഞാൻ ചോദിച്ചത് അതാ. ബ്ലാക്ക് കളറിൽ ഒരു കോസ്റ്റ്യൂം വെഡിങ് ഔട്ട്ഫിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നോർമലി ആൾക്കാർ ചൂസ് ചെയ്യുന്നില്ല. അപ്പൊ അത് നമ്മൾ പറയല്ലേ, നമ്മൾ ആരും ചൂസ് ചെയ്യാത്ത സാധനം നമ്മുടെ സ്വന്തം കാര്യത്തിലോട്ട് യൂസ് ചെയ്യും. അത് പറ്റും. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ സാരീസ് ആണ് ചൂസ് ചെയ്യാത്തത്. ബാക്കി ഞാൻ പറഞ്ഞില്ലേ സംഗീതനായിട്ട് റിസപ്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ വെഡിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. വെഡിങ്ങിന് നോർമൽ ഗൗണ് റയർലി യൂസ് ചെയ്യാറുണ്ടല്ലോ. സാരി വെഡിങ്ങിന്, അതായത് ഹിന്ദു വെഡിങ്ങിന് ആരും യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് സാരിയോ? മുസ്ലിം വെഡിങ്ങിന് കണ്ടിട്ടില്ല. ഹിന്ദു വെഡിങ് അല്ല, വെഡിങ്ങിന് പൊതുവെ സാരീസ് ഞാൻ കണ്ടിട്ടില്ല. ലെഹങ്കാസാ ഞാൻ ചോദിച്ചത്. നമ്മളിപ്പോൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ കാര്യം, സബ്യാസച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ലേബൽ അറിയപ്പെടുന്ന സമയത്ത് ഇത്
നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണോ ഉണ്ടാക്കുക, അല്ല പോസിറ്റീവായിട്ടാണോ? രണ്ടും. അതായത് എനിക്ക് പോസിറ്റീവും വന്നിട്ടുണ്ട്, നെഗറ്റീവും വന്നിട്ടുണ്ട്. ആദ്യ ടൈമൊക്കെ എനിക്ക് ഭയങ്കര, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ വൈറലായപ്പം കുറേ അതിലേറ്റവും കൂടുതൽ വന്ന കമൻസാണ് സബ്യസച്ചി എന്ന്, കേരളത്തിൻ്റെ സബ്യസച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ശേഷമാണ് ആൾക്കാർ അത് കൂടുതൽ അടുത്ത വീഡിയോയിലൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് പറയാൻ തുടങ്ങിയത്. പിന്നീട് അത് പോകുമ്പോഴേ എനിക്ക് ഭയങ്കര നെഗറ്റീവ് വരാൻ തുടങ്ങി. ഫുൾ ഫേക്ക് അക്കൗണ്ടാണ്, അത് വേറെ കാര്യം. ഫുൾ നെഗറ്റീവ് വരാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് എനിക്ക്, കാരണം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് സ്വന്തം എന്താ പറയുക, സ്വന്തം വിമൽ കുമാർ അങ്ങനെ ഒരു കമൻ്റ് ഇല്ലേ, സ്വന്തം പേരാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ പല രീതിയിൽ റെഡിലൊക്കെ അവർ സബ്യസച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് അപ്പോൾ അതിൻ്റെ താഴെ ഫുള്ളായിട്ട് മൊത്തത്തിൽ ബാഡ് കമൻറ്റ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഭയങ്കര എന്താ പറയുക, ടെൻഷനായിരുന്നു. എന്താ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, പിന്നീട് അത് നെഗറ്റീവ് പറയുന്നത്. പക്ഷെ പിന്നെ പോകുമ്പോൾ എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് ഒരു ബ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അതെനിക്ക് ഭയങ്കര അവർക്കുള്ളൊരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ് ചെയ്തത് ഞാൻ, റിസപ്ഷൻ ഔട്ട്ഫിറ്റ് ചെയ്തത് സബ്യസച്ചി. അതായത് ആ ഒരു ബ്രൈഡിൻ്റെ 2 ഡിസൈനേഴ്സ് വരുമ്പം അതിൽ എനിക്ക് നിൽക്കാൻ പറ്റി എന്നുള്ളത് വലിയ ഒരു പ്രൗഡ് മൂമെൻ്റ് ആണ്. ഓക്കെ. ഇപ്പൊ സബ്യസച്ചി എന്ന് ആൾക്കാർ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് അത് ഒരു തരത്തിൽ ഇറിറ്റേഷൻ ആണോ എന്ന് എനിക്കറിയില്ല പേഴ്സണലി. കാരണം നമ്മുടെ സ്വന്തം ലാബലിൽ അറിയപ്പെടുന്നതാണോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ലാബലിൽ അറിയപ്പെടുന്നത് ഒരു ഇറിറ്റേഷൻ ആണോ, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാ അതിന് എൻജോയ് ചെയ്യുന്നുണ്ട് വെച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പേര് പറഞ്ഞിട്ട് അത് നമ്മൾ ആൾക്കാർ, അതായത് ആ ലാബിൽ അറിയപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പേര് കൂട്ടി വിളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് എൻ്റെ ലാബിൽ തന്നെ അറിയപ്പെടാനാണ് ഇഷ്ടം. അതാ ചോദിച്ചത്. നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഡിസൈന് ഇപ്പൊ ഇന്ന് നമുക്ക് വേൾഡിൽ തന്നെ മോസ്റ്റ് ഫേമസ് ഡിസൈനറാണ് സബ്യസച്ചി. അപ്പൊ അങ്ങനെ നമ്മുടെ ഡിസൈനിനെ മെൻഷൻ ചെയ്യുന്നത് ഓക്കെയാണ്. പക്ഷെ അങ്ങനെ ഒരു ലേബലില് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റിയുടെ ഇല്ല, അത് സത്യമാണ്. കാരണം ഞാൻ അങ്ങനെ അറിയപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആൾക്കാർ വിളിക്കുന്ന വെച്ചാൽ ആ ഒരു, അതായത് പുള്ളിക്കാരുടെ അത്രയും ഡിസൈൻ അത്രയും ഇഷ്ടപ്പെടുന്ന അത്രയും ആൾക്കാരെ പുള്ളിക്കാരൻ്റെ ഔട്ട്ഫിറ്റിനെ പറ്റി അറിയുന്നത് കൊണ്ടാണല്ലോ എൻ്റെ ഔട്ട്ഫിറ്റും ആ ഒരു ലെവലിൽ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും കമ്പാരിസൺ ആ ലെവലിൽ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഏകദേശം ആ ഒരു കഴിവ് വരും എന്നുള്ള രീതിയിലാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, ഒരു സിനാരിയോ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ്യൂം എങ്ങനെ ആയിരിക്കണം പറയണം. ഫസ്റ്റ് ഡേറ്റ് ബ്ലൂ ഡെനിം ഷർട്ട്, ബ്ലാക്ക് ഡെനിമോ? ഓക്കെ. ജോബ് ഇൻ്റർവ്യൂ ബ്ലൂ ഫോമൽ ഷർട്ട്, ഗ്രേ. ഒരു വെഡിങ് ഗസ്റ്റ് ലുക്ക്, മെയിൽ വേണ്ട ഫീമെയിൽ? ഫീമെയിൽ. ഒരു വെഡിങ്ങിൻ്റെ ഗസ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ ഒരു ലുക്ക്. ബ്ലാക്ക് സാരി വിത്ത് സ്റ്റൈലിങ് പറഞ്ഞു. ബ്ലാക്ക് സാരി ഇതെനിക്കൊരു പെയർ ജ്വല്ലറി, ബ്ലാക്ക് സാരി വിത്ത് കണ്ടംപററി ജ്വല്ലറി. ഓക്കെ. പക്ഷേ ഗ്രീൻ ആരസം, എമറാൾഡ്. എയർപോർട്ട് ലുക്ക് എന്തോ അതാരായാലും പറയാം, മെയിൽ ഓർ ഫീമെയിൽ. ബാഗി ജീൻ ടീഷർട്ട്. ഓക്കെ. പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ഷൂട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഓക്കെ, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.